ഓട്ടോറിക്ഷയ്ക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകാത്തതിനെ തുടർന്ന് ഓട്ടോ ഡ്രൈവർ ഷൌക്കത്ത് ജീവനൊടുക്കിയതിൽ ശക്തമായ നടപടിയുണ്ടാകുമെന്ന് കുടുംബത്തിന് മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ഉറപ്പ്. മുഖ്യമന്ത്രി ഷൌക്കത്തിന്റെ കുടുംബത്തെ ഫോണിൽ വിളിച്ച് സംസാരിച്ചു. ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും മുഖ്യമന്ത്രി കുടുംബത്തോട് പറഞ്ഞു. മുബഷീർ പി അക്ബർ വിവരങ്ങളുമായി ചേരുകയാണ്. നേരത്തെ മുബഷീർ റിപ്പോർട്ട് ചെയ്ത വാർത്ത ഭരണപക്ഷത്തു നിന്ന് തന്നെയുള്ള ഒരു നേതാവിന്റെ ഭാഗത്തുനിന്നുണ്ടായ അധിക്ഷേപത്തെക്കുറിച്ചാണ്. പക്ഷെ അങ്ങനെയല്ല, ഈ സംഭവത്തിൽ ശക്തമായ നടപടി ഉണ്ടാകും. സർക്കാർ സംവിധാനം കുടുംബത്തോട് ചേർന്ന് നിൽക്കുമെന്ന് മുഖ്യമന്ത്രി തന്നെ ഉറപ്പു നൽകിയിരിക്കുന്നു. മുബഷീർ. അതേ മാധു, ഇക്കാര്യത്തിൽ ഇന്നലെ തന്നെ ഗതാഗത വകുപ്പ് മന്ത്രിയായിട്ടുള്ള CP ജോൺ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നിലപാട് വ്യക്തമാക്കിയതാണ്. പൂർണ്ണമായിട്ടും കുടുംബത്തിന്റെ ദുഃഖത്തോടൊപ്പമാണ്, എല്ലാ തരത്തിലുള്ള സഹായങ്ങളും നൽകും, ശക്തമായിട്ടുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകും. ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടിയുണ്ടാകുമെന്നുള്ളതായിരുന്നു ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ പറഞ്ഞിരുന്നത്. തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഇന്ന് അല്പസമയം മുമ്പ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഈ മരിച്ച ഷൌക്കത്തിന്റെ കുടുംബാംഗങ്ങളുമായി സംസാരിച്ചിരിക്കുന്നത്. ദുഃഖത്തിൽ പങ്കുചേരുന്നുണ്ട്, അവർക്ക് എല്ലാ തരത്തിലുള്ള സഹായങ്ങളും നൽകും, കർശനമായിട്ടുള്ള നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പ് മുഖ്യമന്ത്രി നൽകിയെന്നുള്ളതാണ് കുടുംബാംഗങ്ങൾ പറയുന്നത്. ഈ ഷൌക്കത്ത് തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞിരുന്ന അടുത്ത ബന്ധു കൂടിയായിട്ടുള്ള ഷക്കീറിനെ ഫോണിൽ വിളിച്ചാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഈ ഉറപ്പ് നൽകിയിട്ടുള്ളത്. സർക്കാരിനെ തന്നെ പ്രതിരോധത്തിലാക്കിയ ഒരു സംഭവം കൂടിയായി ഇത് മാറുന്ന പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി നേരിട്ട് ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത്. എന്തായാലും നേരത്തെ CK ഷാക്കിറിനെ പോലെയുള്ള യൂത്ത് ലീഗ് നേതാക്കൾ ഇതിനെ മറ്റൊരു രീതിയിൽ അഭിപ്രായം പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് വിളിച്ചുകൊണ്ട് കുടുംബത്തെ പിന്തുണക്കുന്നതെന്ന് ഓർക്കണം. അതേസമയം ഈ ഒരു സംഭവത്തിന് തൊട്ട് പിന്നാലെ MVDക്കെതിരെയും ഇത്തരത്തിലുള്ള ഇടപാടുകൾ നടത്തുന്ന ഏജന്റുമാർക്കെതിരെയും വലിയ വിമർശനം ഉയരുന്നുണ്ട്, വ്യാപക പ്രതിഷേധം ഉയരുന്നുണ്ട്. അതുൾപ്പെടെ കണക്കിലെടുത്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ എന്നിവിടെ മനസ്സിലാക്കാൻ. അതോടൊപ്പം തന്നെ UDF ഭരണത്തിൽ വരുന്നതിന് മുൻപ് പ്രഖ്യാപിച്ചിരുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം കൂടിയായിരുന്നു മോഡിഫിക്കേഷൻ. അത്തരത്തിലൊരു മോഡിഫിക്കേഷന്റെ പേരിലാണ് ഈ യുവാവ് ആത്മഹത്യ ചെയ്തത് എന്നുകൂടി സർക്കാരിനെ ഏറെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ അത്തരം ചർച്ചകൾ കൂടി നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ കർശന നടപടി ചെയ്യുക എന്നുള്ളത് വലിയൊരു കർത്തവ്യം കൂടിയായിട്ട് സർക്കാർ തിരിച്ചറിയുന്നുണ്ട്. വൈകാതെ അത് ഉണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഒരു റിപ്പോർട്ടിന് തന്നെയാണ് സർക്കാർ ഇക്കാര്യത്തിൽ കാത്തിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അതിന് മുൻപായി തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ കുടുംബാംഗങ്ങളുമായിട്ട് സംസാരിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ പോലീസ്, അരീക്കോട് പോലീസും ഒരു അന്വേഷണം നടത്തുന്നുണ്ട്. ആ അന്വേഷണത്തിലെത്തി ഇനി ആത്മഹത്യാ പ്രേരണ കുറ്റം ഉൾപ്പെടെ ചുമത്തുമോ എന്നുള്ളതാണ് കാണേണ്ടത്. അസ്വാഭാവിക മരണത്തിനാണ് നിലവിൽ കേസെടുത്തിട്ടുള്ള. ഇത്രയധികം പ്രതിഷേധം ശക്തമായ ഘട്ടത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉൾപ്പെടെ നേരിട്ട് ഇടപെട്ട ഒരു വിഷയത്തിൽ പോലീസും എന്ത് തുടർ നടപടികൾ സ്വീകരിക്കും എന്നുള്ളതാണ് ഇനി നോക്കിക്കാണേണ്ടത്. മാധു, എന്തായാലും വലിയ പ്രതിഷേധം ഓട്ടോ തൊഴിലാളികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. കാലങ്ങളായിട്ട് അവർ അനുഭവിക്കുന്ന പ്രയാസമാണ്. ഇത്തരത്തിലുള്ള ഏജന്റുകൾ വഴിയുള്ള ഇടപാടുകൾ മൂലം വലിയ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. വാഹനങ്ങൾക്ക് പെർമിറ്റ് ലഭിക്കുന്നില്ല, ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നില്ല. അവർ വലിയ കൈക്കൂലിയാണ് കൈപ്പറ്റുന്നത്. നിർത്തലാക്കണം, അതിന് സർക്കാർ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യം. അക്കാര്യത്തിൽ സർക്കാർ എന്ത് തുടർ നടപടികൾ സ്വീകരിക്കും എന്നുള്ളതാണ് ഇനി നോക്കിക്കാണേണ്ടത്. മാധു. ഓട്ടോ ഡ്രൈവർ ഷൌക്കത്ത് ജീവനൊടുക്കിയതുമായി ബന്ധപ്പെട്ട് ശക്തമായ നടപടി ഉണ്ടാകുമെന്നതാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ കുടുംബത്തിന് നൽകിയിരിക്കുന്ന ഉറപ്പ്. മുബഷീറാണ് വിവരങ്ങൾ നൽകിയത്.